സർ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഇതിപ്പോൾ അറബിക്കടലിൽ നിൽക്കുന്നു, നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കണ്ടേ? നമ്മൾ ആക്രമണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വ്യോമസേന ഈ വിമാനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡ്രിൽ നടത്തിയിരുന്നു. അത് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ചെയ്തത്. റഫാൽ സ്ക്വാഡ്രണുകളും ഒക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നു. Su-400 ഇങ്ങനെ അല്ലേ? അതെ. അങ്ങനെ ഇപ്പോൾ INS വിക്രാന്ത് അറബിക്കടലിൽ റെഡിയായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് കാണുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉള്ളത്. കാർവാർ തീരത്ത് ആണ് ഉള്ളത്. നമുക്കിവിടെ നിന്നും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അതെ. അപ്പോൾ പടിഞ്ഞാറൻ കടലിൽ ഇപ്പോൾ അതിൻ്റെ സാന്നിധ്യം ആയി. പാകിസ്ഥാൻ്റെ സമുദ്രാതിർത്തിക്ക് അടുത്താണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൻ്റെ സ്മരണയ്ക്ക് ഇവിടെ പണിയുന്ന വിമാനവാഹിനിക്കും പേരിട്ടതാണ് വിക്രാന്ത് എന്ന് തന്നെ. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും അകമ്പടി യുദ്ധക്കപ്പലുകൾ വേറെയും ഉണ്ട്. അതായത് ഒറ്റയ്ക്കല്ലല്ലോ ഈ വിമാനവാഹിനി ഉണ്ടാവുക. അപ്പോൾ അറബിക്കടലിനടുത്ത് തന്നെയാണ് നമ്മൾ ഈയിടെ ഒരു മിസൈൽ പരീക്ഷണവും നടത്തിയത്. കഴിഞ്ഞ ആഴ്ച 45,000 ടൺ ആണ് അതിൻ്റെ ഭാരം, 860 അടി നീളം, 262 മീറ്റർ, 59 മീറ്റർ വീതി. പിന്നെ ജനറൽ ഇലക്ട്രിക്കിൻ്റെ ടർബൈൻസ് ആണ്. 1.10 ലക്ഷം ഹോഴ്സ് പവർ അല്ലേ, കുതിരശക്തി ആണ് അതിന്. 40 വിമാനങ്ങളുണ്ട് ഈ വിമാനവാഹിനിയിൽ. MiG-29K ഉണ്ട്. KA-31 ഹെലികോപ്റ്ററുകളുണ്ട് അതിൽ. പിന്നെ മിസൈലുകളുണ്ട്. ബ്രഹ്മോസ് മിസൈലുകളുണ്ട്. 1,00,000. പക്ഷേ അതേസമയം 1,00,000 ഭടന്മാരുടെ ഒരു ഷോർട്ടേജ് നമ്മുടെ സേനകൾക്കുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. വ്യോമസേനയ്ക്ക് 29.5 സ്ക്വാഡ്രണുകൾ ആണുള്ളത്. 42 സ്ക്വാഡ്രൺ ആണ് വേണ്ടത്. പക്ഷെ പാകിസ്ഥാനെയൊക്കെ അടിക്കാനൊക്കെ ഇതൊക്കെ ധാരാളമാണ്. വിക്രാന്ത് 1500 കിലോമീറ്റർ റേഞ്ചിൽ അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. 1500 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ശത്രുവിന്റെ ലക്ഷ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. കറാച്ചി, ഗ്വാദ തുറമുഖങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പാകിസ്ഥാൻ നേവിയുടെ ഈ സപ്ലൈകളുണ്ടല്ലോ, ഭക്ഷണം, ഈ കച്ചവടം, സൈനിക ഈ സപ്ലൈകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. വിക്രാന്തിന് കഴിയും. MiG-29 വിമാനത്തിന് പാകിസ്ഥാൻ്റെ മസ്രൂർ, സർഗോദ വ്യോമതാവളങ്ങൾ തകർക്കാൻ പറ്റും. 2 പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങൾ കൈകാര്യം ചെയ്യാം. കപ്പലുകൾ, അന്തർവാഹിനികൾ, പിന്നെ കറാച്ചി, ഗ്വാദർ ബ്ലോക്ക് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ, വേണമെങ്കിൽ തകർക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 60% കച്ചവടവും നിലച്ചു പോകും. ഈ തുറമുഖങ്ങൾ വഴിയുള്ള കച്ചവടങ്ങൾ ആണ് 60% പാകിസ്ഥാൻ്റെ. അത് സ്തംഭിക്കും. ഇതിൽ നിന്നുള്ള വിമാനത്തിന് നിരന്തരമായിട്ട് 850 കിലോമീറ്റർ പറക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യവും ഏൽപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അത്രയും നേരം പറക്കാം. ഇതിൻ്റെ ഇടയ്ക്ക്
1999 ഇതിൻ്റെ രൂപകൽപ്പന പ്ലാൻ ചെയ്തത് ഈ വിക്രാന്തിൻ്റെ. അതിൻ്റെ പ്രധാനപ്പെട്ട കമ്മീഷനിങ് നടത്തിയത് 2022 ആണ്. 23,000 കോടി രൂപയാണ് അതിൻ്റെ ചെലവ് ഈ അന്തർവാഹിനിയുടെ. നമ്മൾ പഴയ വിക്രാന്ത് 1971 ബംഗ്ലാദേശ് യുദ്ധത്തിലേക്ക് ഒരു വീരനായിരുന്ന വിക്രാന്ത്, അത് 1945 അങ്ങനെ ഒരു വിമാനവാഹിനി വേണം. 1945 എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ അതെ അന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരെണ്ണം പണിയാം, ഹെർക്കുലിസ് എന്ന് പേരിട്ടിരുന്നു അന്ന്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ 1957 ബ്രിട്ടനിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. 1961 നമ്മളതിന് വിക്രാന്ത് എന്ന് പേരിട്ടു. ഗോവ വിമോചന പോരാട്ടം ഉണ്ടല്ലോ 1961, അതിൽ വിക്രാന്ത് പ്രധാനമായിട്ട് പങ്കെടുത്തിരുന്നു. 1971 യുദ്ധത്തിൽ ഗംഭീരമായിട്ട് ചെയ്തു. ചിറ്റഗോങ് ആക്രമിച്ചു. ഇന്ന് ചിറ്റഗോങ് ബംഗ്ലാദേശിലാണ്, അന്ന് പാകിസ്ഥാനിലാണല്ലോ. കോക്സ് ബസാർ, ഗുൽന, മൊങ്ക്ള തുടങ്ങിയ സ്ഥലങ്ങളുമൊക്കെ ആക്രമിച്ചു. അവിടുത്തെ വ്യോമ താവളങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്തു. വലിയ നാശമാണെന്ന് പാകിസ്ഥാന് വിക്രാന്ത് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമുക്ക് വേറൊരു വിമാനവാഹിനി ഉണ്ട്, INS വിക്രമാദിത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാലും ഈ ഒരു യുദ്ധമുണ്ടായാൽ നേതൃസ്ഥാനത്ത് വിക്രാന്ത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യമായിട്ട് ഇവിടെ പണിത വിമാനവാഹിനി ആണ് കൊച്ചി ഷിപ്പ്യാർഡിലാണ് പണിതത്. അപ്പോൾ ജയമ സംയുതിസ്പൃധ എന്നാണ് ഇതിൻ്റെ വാക്യം, ഇതിൻ്റെ മുദ്ര. അപ്പോൾ അതിൻ്റെ സംസ്കൃത വാക്യത്തിൻ്റെ അർത്ഥം എന്നെ വെല്ലുവിളിക്കുന്നവനെ ഞാൻ തോൽപ്പിക്കും എന്നാണ്. ജയമ സംയുതിസ്പൃധ അതാണ് വിക്രാന്തിൻ്റെ മുദ്രാവാക്യം എന്നൊക്കെ നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടം, നിർണായക ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അറബിക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്, എന്തിനും തയ്യാറായിട്ട്. സാറേ, നമ്മളിപ്പോൾ ഈ നമ്മുടെ നാവികസേന എന്തിനും തയ്യാറായി നിൽക്കുന്നു എന്ന് നാവികസേന തന്നെ കഴിഞ്ഞ ദിവസം എക്സിലുള്ളൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. അതായത് ഞങ്ങളുടെ 5 കപ്പലുകൾ എന്ന് പറഞ്ഞിട്ട് 5 കപ്പലുകളുടെ ഒരു ചിത്രം പോസ്റ്റ് വെച്ചു. എന്നിട്ട് ഏത് സമയത്തും എപ്പോഴും ഞങ്ങൾ യുദ്ധസന്നദ്ധമാണ്, അല്ലെ ആക്രമണത്തിന് സന്നദ്ധമാണ്, പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളുടെ വ്യോമസേന എന്ന് പറയുന്ന കരസേന എന്ന് പറയുന്ന 2 വിഭാഗങ്ങളും എല്ലായ്പ്പോഴും റെഡിയായി നിൽക്കുന്നത് നമുക്കറിയാം. പക്ഷേ നാവികസേന ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാകിസ്ഥാനെ പേടിപ്പിക്കില്ലേ? മാത്രമല്ല കോഡ് ഉൾപ്പെടെയുള്ള സഖ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും ഓസ്ട്രേലിയയുമായിട്ടും ജപ്പാനുമായിട്ടും അമേരിക്കയുമായിട്ടും ഒക്കെ നല്ല സഖ്യവുമുണ്ട്. അവിടേക്കാണ് ഈ മുന്നണി പോരാളി എന്ന് പറഞ്ഞിട്ട് INS വിക്രാന്ത് വന്ന് തലയെടുപ്പോടെ നിൽക്കുന്നത്. മൊത്തത്തിൽ പാകിസ്ഥാൻ പേടിക്കില്ലേ? ഈ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. പല ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ നമ്മളുടെ വ്യോമസേനയൊക്കെ റെഡിയാണ്, പക്ഷെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് വേറൊരു ചർച്ച ചെയ്യാം. അതിനെപ്പറ്റി മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുള്ള കമാൻഡർമാർ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അവർക്ക് യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചഴക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിം മുനീർ എന്ന് പറഞ്ഞ പട്ടാള മേധാവിയുടെ അവിടുത്തെ അവസ്ഥ ഈ കട്ടപ്പുക എന്ന് പറയുന്ന രീതിയിലാണ്. വളരെ അൺപോപ്പുലറാണ് അയാൾ അവിടെ. പിന്നെ ഈ 4 സംസ്ഥാന പ്രവിശ്യകൾ അസ്വസ്ഥമാണ് അവിടെ. പുതിയതായിട്ട് സിന്ധും കൂടി വന്നു. കാരണം ആ പട്ടാളം മരുഭൂമി ചോലിസ്ഥാൻ നനച്ചെടുക്കാനുള്ള കനാൽ പദ്ധതി 6,000 കോടി ഇല്ലേ, അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സിന്ധ് കലുഷിതമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, നമ്മൾ ഈ കരാറ് റദ്ദാക്കുന്നതിനൊക്കെ മുമ്പ്. പിന്നെ ബലൂചിസ്ഥാന്റെ കാര്യം, ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസവും പട്ടാളക്കാരെ കൊന്നിട്ടുണ്ട്, മിനിഞ്ഞാന്നും സംഭവിച്ചിട്ടുണ്ട്. ഖൈബർ പക്തൂൺവ അല്ലേ, അങ്ങനത്തെ ഈ പ്രവിശ്യകളൊക്കെ അസ്വസ്ഥമായി നിൽക്കുകയാണ്. അപ്പോൾ
കാലാവധി തന്നെ നീട്ടിയെടുത്തിട്ടാണ് ഈ മുനീർ കഴിയുന്നത്. അപ്പോൾ ഇത് വീണ്ടെടുക്കാനായിട്ട് അയാൾക്ക് ഒരു യുദ്ധം ആവശ്യമാണ്. അപ്പോൾ ഇത് ജയിക്കാൻ പോകുന്ന യുദ്ധമൊന്നുമല്ല. പക്ഷേ ഈ അണുബോംബ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പറയുന്നുണ്ടായിരുന്നില്ലേ, ഞങ്ങളുടെ കയ്യിൽ അണുബോംബുണ്ട്, ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ പേടിക്കുന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പ്രധാനമായ കാര്യം. കരയുദ്ധം വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ്. അതില്ലാതെ തന്നെ നമുക്ക് ഈ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ തകർക്കാൻ പറ്റും. അതിൻ്റെ അകത്തെ ടാർഗറ്റ്സ് ഒക്കെ, അതാണ് ഞാൻ കറാച്ചിയുടെയും ഗ്വാദാറിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞത്. പിന്നെ വ്യോമസേന, നമുക്ക് ധാരാളം കാര്യങ്ങൾ അതുകൊണ്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ആരെയെ പേടിപ്പിക്കുന്നത്? ഏതെങ്കിലും രാജ്യത്തിന് ഒരു അണുബോംബ് ഇപ്പൊ കൈകാര്യം ചെയ്യാൻ കഴിയുമോ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ? ആ രാജ്യം പിന്നെ നിലനിൽക്കും. അല്ലാതെ ഒരു ലിമിറ്റഡ് ബാർ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പരിമിതം, എങ്ങനെയായാലും പാകിസ്ഥാൻ തോറ്റു പോകും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ആയുധശേഷി നമുക്കാണ് കൂടുതൽ, സേനാശേഷി നമുക്കാണ് കൂടുതൽ, ജനസംഖ്യ നമുക്കാണല്ലോ കൂടുതൽ. നമ്മൾ വലിയ രാജ്യമാണ്. പിന്നെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക കണക്കുകൾ നമുക്ക് വേണമെങ്കിൽ വേറെ പറയാവുന്നതാണ്. കുത്തുവാള എടുത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ഒരു യുദ്ധമൊന്നും താങ്ങാനായിട്ട്, അതായത് കാർഗിൽ കാലത്തൊക്കെ മറ്റേ അവരുടെ തന്നെ മേധാവികൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു യുദ്ധമൊന്നും താങ്ങാനായിട്ട് പാകിസ്ഥാനെ നമുക്ക് ശേഷിയില്ല. ബജ്വ പറഞ്ഞിരുന്നല്ലോ 2019 പുൽവാമ കഴിഞ്ഞപ്പോൾ, ഒരു യുദ്ധമൊന്നും താങ്ങാനുള്ള ശേഷി നമുക്കില്ല, കേൾപ്പില്ല എന്നന്ന് മറ്റേ സേനാ മേധാവിയായിരുന്ന ബജ്വ പറഞ്ഞിരുന്നതാണ്. ഇയാൾക്ക് പ്രാന്താണ്. അതാണ് ഈ മുനീർക്ക് പ്രാന്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.